ഹലോ, ഒരു സംശയം വേണ്ട, നമ്മുടെ ചാനൽ തന്നെയാണ് കേട്ടോ. പണ്ടൊക്കെ സ്ഥിരം ഇങ്ങനെ ബോർഡിലാണ് പഠിപ്പിക്കുമായിരുന്നത്. ഇപ്പോൾ ഇടയ്ക്കെങ്കിലും ഇങ്ങനെ ഒന്ന് പഠിപ്പിക്കണം എന്നൊരാഗ്രഹം തോന്നി. ഇന്നത്തത് ഒരു കുട്ടി ക്ലാസ് ആട്ടോ. ഈ കാണുന്നതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഞാൻ ജയിക്കും. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഐ വിൽ പാസ് അല്ലേ? ഞാനിവിടെ എഴുതാം. ഐ വിൽ പാസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ, ഞാൻ പറഞ്ഞത് ഞാൻ ജയിക്കും എന്നാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ വിൽ പാസ് എന്ന് പറഞ്ഞത്. അതായത് സംഭവിക്കാൻ പോകുന്നൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. ഇനി അടുത്തത് ഞാൻ ജയിക്കില്ല എന്ന് പറയണം. അപ്പോൾ അവിടെ ഒരു ഇല്ല നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ജയിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ നോട്ട് ചേർക്കണം. അപ്പോൾ എങ്ങനെ നമ്മൾ പറയുക? ഐ വിൽ നോട്ട് പാസ്. എവിടെയാണ് ഈ നോട്ട് നമ്മൾ ചേർത്തതെന്ന് നിങ്ങൾ കണ്ടോ? ഐ വിൽ നോട്ട് പാസ്. അതായത് ഇവിടെ നമ്മൾ ജയിക്കും, ഐ വിൽ പാസ് എന്ന് പറഞ്ഞില്ലേ, അവിടെ നമ്മളൊരു നോട്ട് ചേർക്കുകയാണ് വിൽ കഴിഞ്ഞിട്ട്. ഐ വിൽ നോട്ട് പാസ്. പക്ഷേ ഒരു കാര്യം, നമ്മൾ പറയുമ്പോൾ ഐ വിൽ നോട്ട് പാസ് എന്ന് പറയുമെങ്കിലും സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ ഐ വോണ്ട് പാസ് എന്നായിരിക്കും പറയുന്നത്. അതായത് അത് ചുരുക്കി നമ്മൾ ഐ വോണ്ട് പാസ് എന്നും പറയാമെന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടും ഒന്ന് തന്നെയാണ്. ഐ വിൽ നോട്ട് പാസ് അല്ലെങ്കിൽ ഐ വോണ്ട് പാസ്. ഇനി അടുത്തത് ഞാൻ ജയിക്കുമോ ചോദ്യമാണ്. നമുക്കൊരു സംശയം, ഞാൻ ജയിക്കുമോ? അപ്പോൾ ആ ചോദ്യം കിട്ടാൻ നമ്മളൊരു കാര്യം നോക്കിയാൽ മതി. മുൻപ് ഞാൻ ജയിക്കും എന്ന് കണ്ടില്ലേ, അതും ഇതും തമ്മിലൊരു ബന്ധമുണ്ട്. ഐ വിൽ പാസ് എന്നാണല്ലോ അവിടെ നമ്മൾ പറഞ്ഞത്, ഞാൻ ജയിക്കും. ഇത് നമുക്കൊന്ന് മായ്ച്ചു കളയാം. അപ്പോൾ ഐ വിൽ പാസ് എന്നാണല്ലോ പറഞ്ഞത്. അവിടെ നമുക്കൊരു ചോദ്യം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? ഈ ഐ വിൽ എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചിട്ടാൽ മതി. അപ്പോൾ ചോദ്യം കിട്ടും. അപ്പോൾ എങ്ങനെ ആവും? വിൽ ഐ പാസ്. നമുക്ക് സംശയമാണല്ലോ ജയിക്കുമോ എന്ന്. വിൽ ഐ പാസ് എന്നവിടെ കിട്ടും. ഇനി അടുത്തത് ഞാൻ ജയിക്കില്ലേ, അത് വേറൊരു ചോദ്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് നമുക്കൊരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടെന്നിരിക്കട്ടെ. നമ്മൾ സാധാരണഗതിയിൽ ഇതെല്ലാം ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ജയിക്കും. കോൺഫിഡൻസ് ഇല്ലാത്തപ്പോൾ നമ്മൾ പറയും ഞാൻ ജയിക്കില്ല, അല്ലെങ്കിൽ സംശയമാണ് ഞാൻ ജയിക്കുമോ, ഞാൻ ജയിക്കില്ലേ എന്നൊക്കെ തോന്നില്ലേ? അതാണ് നമ്മൾ ഈ പറയുന്നതെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഞാൻ ജയിക്കില്ലേ എന്ന് എങ്ങനെയാണ് പറയുക? മുൻപ് നമ്മൾ ഞാൻ ജയിക്കില്ല എന്ന് നമ്മളൊരു സെൻറ്റൻസ് കണ്ടില്ലേ, അതിൻ്റെ ചോദ്യമാണ് ഇത്. ഞാൻ ജയിക്കില്ല, ഞാൻ ജയിക്കില്ലേ. അപ്പോൾ അവിടെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നമ്മൾ ചോദിച്ചത്? ഐ വിൽ നോട്ട് പാസ് അല്ലേ? അപ്പോൾ ഇവിടെ ഇത് രണ്ടും നമ്മളൊന്ന് തിരിച്ചിട്ടാൽ നമുക്ക് ഈ ചോദ്യം കിട്ടും. വിൽ ഐ നോട്ട് പാസ് ചോദ്യം കിട്ടി. അപ്പോൾ എങ്ങനെ എഴുതുന്നത്? വിൽ ഐ നോട്ട് പാസ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം. ഇവിടെ വോണ്ട് പറഞ്ഞില്ലേ, അതുപോലെ വോണ്ട് ഐ പാസ് അങ്ങനെയും ചോദിക്കാം. വോണ്ട് ഐ പാസ്. അപ്പോൾ വിൽ ഐ നോട്ട് പാസ് അല്ലെങ്കിൽ വോണ്ട് ഐ പാസ് അങ്ങനെ ചോദിക്കാം കേട്ടോ. ഇനി അടുത്തത് ഞാൻ എങ്ങനെ ജയിക്കും? വേണ്ട രീതിയിലൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഞാൻ എങ്ങനെ ജയിക്കും? അപ്പോൾ ഇവിടെ നമുക്ക് ഈ എങ്ങനെ എന്നൊരു വാക്ക് കണ്ടില്ലേ, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഹൗ എന്നാണ്. HOW. അപ്പോൾ അത് നമ്മളിവിടെ ചേർത്താൽ നമുക്ക് ചോദ്യം കിട്ടും. മുൻപ് നമ്മൾ ഞാൻ ജയിക്കുമോ എന്ന് ചോദിച്ചില്ലേ, വിൽ ഐ പാസ്, അവിടെ ഹൗ ചേർത്താൽ നമുക്ക് ആ ചോദ്യം കിട്ടും. ഹൗ വിൽ ഐ പാസ്. കണ്ടോ? ഹൗ വിൽ ഐ പാസ്. അങ്ങനെയാണ് നമുക്ക് ആ ചോദ്യം കിട്ടിയത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു യെസ് അല്ലെങ്കിൽ നോ എന്ന് ഉത്തരം കിട്ടുന്ന ചോദ്യമാണ്. വിൽ ഐ പാസ്, ഞാൻ ജയിക്കുമോ? യെസ് അല്ലെങ്കിൽ നോ. പക്ഷേ ഇവിടെ ഹൗ വിൽ ഐ പാസ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കവിടെ ശരിക്കൊരു ഉത്തരം തന്നെ കിട്ടണം. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ല ഇതൊക്കെ എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന്. ഇനി ഇതേപോലെ ഞാൻ വേറൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കാം. അത് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കാം. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അവൾ പോകും. മുൻപ് നമ്മൾ ഞാൻ എന്ന് പറഞ്ഞല്ലേ എല്ലാം പറഞ്ഞത്, ഇത് അവളാണ് കേട്ടോ. അപ്പോൾ എന്ത് പറയും? ഷീ വിൽ ഗോ. പോകും എന്ന് പറയാനാണ് നമ്മൾ വിൽ ഗോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഷീ വിൽ കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാരണവശാലും നമ്മൾ ഗോസ് എന്നൊന്നും പറയില്ല കേട്ടോ. വിൽ കഴിഞ്ഞാൽ ഗോ, കം, സിറ്റ്, ഈറ്റ് എന്നൊക്കെയേ പറയുള്ളൂ. എസ് നമ്മൾ ചേർക്കുന്നില്ല. ഇനി അവൾ പോകില്ല, എങ്ങനെ പറയുക? ഷീ വിൽ നോട്ട്
ഗോ. അപ്പോൾ അറിയാമല്ലോ, ഈ വിൽ നോട്ട് എന്നുള്ളതിന് പകരം നമുക്ക് വേണമെങ്കിൽ വോണ്ട് എന്നും പറയായിരുന്നു. ഷീ വിൽ നോട്ട് ഗോ അല്ലെങ്കിൽ ഷീ വോണ്ട് ഗോ. ഇനി അവൾ പോകുമോ എങ്ങനെ ചോദിക്കും? ദാ ഇവിടെ നിന്ന് നമുക്ക് ചോദ്യം കിട്ടും അല്ലേ, തിരിച്ചിട്ടാൽ മതി. അപ്പോൾ വിൽ ഷീ ഗോ, അവൾ പോകുമോ എന്ന് ചോദ്യം കിട്ടി. അവൾ പോകില്ലേ, ഇവിടെ നിന്ന് നമുക്ക് ചോദ്യം കിട്ടും അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? വിൽ ഷീ നോട്ട് ഗോ, വിൽ ഷീ നോട്ട് ഗോ, അല്ലെങ്കിൽ വോണ്ട് ഷീ ഗോ എന്നും ചോദിക്കാം. വിൽ ഷീ നോട്ട് ഗോ അല്ലെങ്കിൽ വോണ്ട് ഷീ ഗോ, അങ്ങനെ ചോദ്യമാവാം. അവൾ എവിടെ പോകും? അപ്പോൾ എവിടെ എന്നാണ് ഇവിടെ ചോദ്യം വന്നത്. അതിന് നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? വേ എന്നാണ് ചോദിക്കുക. അപ്പോൾ വേ വിൽ ഷീ ഗോ, അതാണ് ചോദ്യം. മുൻപ് നമുക്ക് വിൽ ഷീ ഗോ ചോദ്യം കിട്ടിയില്ലേ, അവിടെ നമ്മൾ വേർ ആഡ് ചെയ്തു. വേ വിൽ ഷീ ഗോ, അപ്പോൾ എവിടെ പോകും എന്ന് ചോദ്യം വന്നു. ഇപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായത് നമ്മൾ ഐ, ഞാൻ അങ്ങനെ പറയുകയാണെങ്കിലും അവൾ, അവൻ, ഹി, ഷീ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും വിൽ ഉപയോഗിക്കുന്നത് ഒരേപോലെയാണ്. ഐ വിൽ ഗോ, ഷീ വിൽ ഗോ, ഹി വിൽ ഗോ, ദേ വിൽ ഗോ, എല്ലാം ഒരേപോലെ. ഇപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ചെറിയ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ അറിയിക്കുക. ഇതുപോലെയുള്ള ക്ലാസ്സസ് താല്പര്യമുണ്ടെങ്കിൽ അതും എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരിക്കൽ കൂടെ കാണാം. ബൈ.